എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. 8 മണിക്കൂർ പ്രാർത്ഥന, ഏകദേശം 90 ദിവസം, 3 മാസം പിന്നിടുവാൻ യേശു കർത്താവ് കൃപ ചെയ്തു. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ച പലയിടം കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും യേശു കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥനയിൽ ഒത്തിരി കുഞ്ഞുങ്ങൾ, ഒത്തിരി പേർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ശുശ്രൂഷയിൽ കയറി വന്നു. ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ പ്രാപിക്കുക എന്നുള്ളത് ഈ മീറ്റിങ്ങിലെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു. അങ്ങനെ ദൈവരാജ്യത്തിൽ കൂടുതൽ ഫലമുണ്ടാകുന്ന ഒരു പ്രാർത്ഥനയായി ഈ പ്രാർത്ഥനയെ യേശു കർത്താവ് മാറ്റി. പ്രൈസ് ജനറേഷനുള്ള യൗവനക്കാർ, പ്രത്യേകമായി പറയാനുള്ളത് യൗവനക്കാരാണ്. ഇന്ന് സമൂഹത്തിൽ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുന്നത് യൗവനക്കാരെ ഓർത്താണ്. മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് യൗവനക്കാർ ആയ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു. യൗവനക്കാരായ ആ കുഞ്ഞുങ്ങൾക്ക് അവരെ പോലും നിയന്ത്രിക്കാൻ കഴിയാതെ പല അഡിക്ഷനിലും പെട്ട് ലോകത്തിൽ അധപ്പതിച്ച് കിടക്കുമ്പോൾ അതിൻ്റെ നടുവിൽ യൗവനക്കാരെ കർത്താവ് പരിശുദ്ധാത്മാവിൽ ബലപ്പെടുത്തി അവർ കർത്താവിൻ്റെ വേലയുടെ ഒരു ഭാഗമായി മാറിയത് ഈ ഉണർവിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു. ആ പ്രത്യേകത ഇപ്പോഴും തുടരുന്നു. യോവേൽ പ്രവചനത്തിൽ പറയുന്ന പോലെ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞ നിങ്ങളെ പുത്രീപുത്രന്മാർ പ്രവചിക്കും, യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. അതൊരു വലിയ നേട്ടമായി ദൈവസഭയ്ക്ക് ഈ 90 ദിവസത്തെ 8 മണിക്കൂർ പ്രാർത്ഥന കാരണമായി. ഒത്തിരി വീടുകളിൽ സമാധാനവും സ്വസ്ഥതയും പ്രത്യാശയും വർദ്ധിക്കാനായിട്ടിടയായി. ഇനിയും എത്ര നാള് കർത്താവ് ഈ പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോകുമോ അത് ദൈവരാജ്യത്തിൽ അത് നേട്ടമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥിച്ചവർക്കും കൈത്താങ്ങൽ തന്നവർക്കെല്ലാം പ്രത്യേകം നന്ദി. കർത്താവിൻ്റെ വലിയ കൃപ ഇനി നമുക്ക് പ്രാപിക്കാം. പലയിടങ്ങളിൽ നിന്ന് പല ദൈവദാസന്മാർ വന്നു. കഴിഞ്ഞ ദിവസം മസ്കറ്റിലുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ സഭയ്ക്ക് ഒത്തിരി 8 മണിക്കൂർ പ്രാർത്ഥനയിൽ വലിയ അനുഗ്രഹമായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ദൈവത്തിൻ്റെ വലിയ ബലവും കൃപയും കാണാൻ കഴിയുന്നത് വലിയ നേട്ടമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചേർന്ന് പാടി യേശു കർത്താവിനെ ആരാധിക്കാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയം നമുക്കുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സാത്താൻ വിരണ്ടോടും. യേശുവിൻ നാമത്തിൽ നിന്നിടുമ്പോൾ ആർ നമുക്കെതിരായി വന്നിടും. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ജയം നമുക്കുണ്ട്. യേശുവിൻ നാമത്തിൽ നിന്നിടുമ്പോൾ ആർ നമുക്കെതിരായി വന്നിടും. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ജയം നമുക്കുണ്ട്. യേശുവിൻ നാമത്തിൽ,
യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ചില ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇന്ന് 6-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. ഉടനെ പടക് അവർ പോകുന്ന ദേശത്ത് എത്തിപ്പോയി. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചത് ഈ ഭാഗമാണ്. 15-ാം വാക്യം. അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. ആ രാത്രി മുഴുവനും യേശു പ്രാർത്ഥനയിൽ തുടർന്നു. അതായത് ഒരു വലിയ ശുശ്രൂഷയ്ക്ക് ശേഷം എല്ലാവരുടെയും ബഹുമാനവും ആദരവും എല്ലാം ലഭിക്കുന്ന ആ നല്ല സമയത്ത് യേശു ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിച്ചു. നമുക്കെല്ലാം പറ്റുന്നത് വളരെയധികം ബഹുമാനവും സന്തോഷവും ആദരവും ഒക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥനയിൽ നിന്ന് അല്പം കുറയും. എന്നാൽ യേശുവിനെ നമ്മളിവിടെ കാണുന്നത് ആദരവിൻ്റെയും അംഗീകാരത്തിൻ്റെയൊക്കെ നടുവിൽ യേശു കൂടുതൽ പ്രാർത്ഥിച്ചു. വലിയ പ്രതിസന്ധികളുടെ നടുവിൽ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും കഴിയും. എന്നാൽ വലിയ ആദരവുകളുടെ നടുവിൽ, വീട്ടിലെല്ലാം നന്നായിട്ട് പോകുമ്പോൾ, എല്ലാവരും നമ്മെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുമ്പോൾ, എല്ലാവരും നമ്മെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ പ്രാർത്ഥനയിൽ നിന്ന് പതുക്കെ തെന്നി മാറാറുണ്ട്. എന്നാൽ ഒരു വിഷയം വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ പ്രാർത്ഥനയിലേക്ക് കണക്റ്റ് ആവും. ഇവിടെ യേശു ഈ അംഗീകാരങ്ങളുടെ നടുവിലാണ് കൂടുതൽ പ്രാർത്ഥിച്ചത്. കാരണം അത് യേശുവിന് ഒരു വിഷയമായി വന്നു. അംഗീകാരം യേശുവിനെ ഭയപ്പെടുത്തി. കാരണം ഇപ്പോൾ യേശുവിനെ രാജാവാക്കിയാൽ യേശു വന്ന ദൗത്യത്തിൽ നിന്ന് യേശു മാറിപ്പോകും. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയിരിക്കും, ചത്താൽ അധികം വിളവുണ്ടാകും. ഇപ്പോൾ യേശു രാജാവായാൽ യേശു തനിയേ ഇരിക്കും. യേശുവിൻ്റെ ഒപ്പം നിൽക്കുന്ന രാജകീയ പുരോഹിത വർഗം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണത്തിലൂടെയാണ്, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽപ്പിലൂടെയാണ് വിശ്വസിക്കുന്നവർ ദൈവമക്കളായി രാജകീയ പുരോഹിത വർഗമാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിലോ തനിയിരിക്കും. യേശു ഒറ്റയ്ക്ക് രാജാവായിട്ട് രാജ്യം ഭരിക്കേണ്ടി വരും. എന്നാൽ യേശുവിനെ പോലെ അതേ മൂല്യമുള്ള, അതേ നിലവാരമുള്ള, യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ പറയുന്നത് അനുസരിച്ച് ഞാൻ ചെയ്തതിനേക്കാൾ വലിയവ നിങ്ങൾ ചെയ്യുമെന്ന് പറയുന്ന ആ നിലവാരത്തിലേക്ക് തന്നിൽ വിശ്വസിക്കുന്നവർ കടന്നു വന്ന് വീണ്ടും ജനിച്ച് ദൈവരാജ്യം ആയി മാറുവാൻ യേശു കർത്താവ് ആ ഒരു പദ്ധതിക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി പ്രാർത്ഥിച്ചു. രാത്രി മുഴുവനും പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന പിതാവിൻ്റെ കൂടെ സമയം ചെലവഴിച്ച് തുടരുന്ന സമയത്താണ് അക്കരയ്ക്ക് പോകാൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു. അവരൊരു വള്ളത്തിൽ കയറി കഫർനഹൂമിലേക്ക് യാത്രയായി. ആ യാത്ര ഇടയിൽ വെച്ച് അവർ തണ്ട് വലിച്ച് കുഴയേണ്ട ഒരു സാഹചര്യം വന്നു. കാറ്റും കോളും പ്രതികൂലമായി. ആ ഭാഗം ഞാനിവിടെ വായിക്കാം. 6:16. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ കടൽപ്പുറത്തേക്ക് ഇറങ്ങി
പടക് കയറി കടൽക്കരെ കഫർന്നഹൂമിലേക്ക് യാത്രയായി. ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല. കൊടുങ്കാറ്റടിക്കിയാൽ കടൽ കോപിച്ച് അവർ 4-5 നാഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടലിന്മേൽ നടന്ന് പടകിനോട് സമീപിക്കുന്നത് കണ്ടു. 4-5 മണിക്കൂർ ഇവർ തുഴഞ്ഞ് നടുക്കടലിൽ കിടക്കുകയാണ്. കാറ്റ് പ്രതികൂലമായി, തിരമാലകൾ പ്രതികൂലമായി, സമയം വളരെ ഇരുട്ടുള്ള അർദ്ധരാത്രികൾ. ഇതിൻ്റെ നടുവിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ ഇവർ വളരെയധികം ഇരുട്ടിൽ, വലിയ കാറ്റിൻ്റെ മുൻപിൽ, വലിയ തിരമാലകളുടെ മുൻപിൽ ഭയന്ന് വിറച്ച് നിൽക്കുന്ന, തുഴഞ്ഞ് കറങ്ങുന്ന ഒരു സമയം. യേശു കടലിൻ്റെ മീതെ നടന്ന് അവരുടെ അടുക്കൽ ചെന്നു. അപ്പോൾ യേശു രാജാവല്ലേ ആകും. ഈ യേശു കർത്താവ് തന്നെയാണ് ആദാമിനോട് പറഞ്ഞത്, നീ സന്താന പുഷ്ടിയുള്ളവനായി നിറഞ്ഞ് പെരുകി ഭൂമിയെ അടക്കി സമുദ്രത്തിന്മീതെ ആകാശത്തിലുള്ള പറവയുടെ മീതെ സകല ജീവജാലങ്ങളുടെ മേൽ ഭരണം നടത്തുക, ആധിപത്യം നടത്തുക, വാഴുക. യേശു ആ കടലിന്റെ മീതെ നടന്നപ്പോൾ ദൈവ വചനപ്രകാരം ആദാമിന് ലഭിച്ച ആ വലിയ പദവിയാണ് യേശു അവിടെ വെളിപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ആദാം എന്തെല്ലാം നഷ്ടപ്പെടുത്തിയോ അതെല്ലാം യേശു കർത്താവ് വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാം. ഒന്നാമത്തെ ആദാം രാജാവായിരുന്നു. ഒടുക്കത്തെ ആദാമും രാജാവാണ്. ഈ ഭൂമിയെ മുഴുവൻ അടക്കി വാഴുന്ന ഒരു രാജാവായിരുന്നു, മരണമില്ലാത്ത ഒരു രാജാവായിരുന്നു ആദാം. എന്നാൽ അവൻ പാപത്തിൽ മരണപ്പെട്ടു. എന്നാൽ പാപരഹിതനായ ഒടുക്കത്തെ ആദാമായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. താൻ രാജാവാകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് തനിക്ക് മരണമില്ല. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, ജീവനെ കൊടുക്കുവാനും ജീവനെ തിരിച്ചെടുക്കാനും എൻ്റെ പിതാവ് എനിക്ക് പിതാവിനെന്ന പോലെ അധികാരം തന്നിരിക്കുന്നു. ജീവനെ കൊടുക്കാനും ജീവനെ തിരിച്ചെടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ആദാമിന്റെ ജീവൻ പോയി ജീവനെ തിരിച്ചെടുക്കാൻ ആദാമിന് അധികാരമില്ലായിരുന്നു. എന്നാൽ ജീവനെ കൊടുത്ത്, പാപികൾക്ക് വേണ്ടി ജീവനെ കൊടുത്തിട്ട് ആ ജീവനെ തിരിച്ചെടുത്ത് വീണ്ടും ജീവിക്കാൻ, സമൃദ്ധിയായി ജീവിക്കാനുള്ള ജീവൻ, സമൃദ്ധിയായ ജീവൻ യേശുവിലുണ്ടായിരുന്നു. അവനിൽ പാപമില്ലായിരുന്നു. അവൻ നമുക്ക് വേണ്ടി പാപം ആയിത്തീർന്നു. യേശു കർത്താവ് സ്വയം ഏറ്റെടുത്തതാണത്, ക്രൂശ് മരണം. അതുകൊണ്ട് അതിനു മുമ്പുള്ള എല്ലാ അംഗീകാരങ്ങളെയും യേശു വേണ്ടെന്ന് വെച്ചു. അപ്പോൾ തന്നെ യേശുവിൻ്റെ ഓരോ പ്രവൃത്തിയും താൻ രാജാവാണ്, ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നതാണെന്ന് തെളിയിക്കുകയാണ്. നിക്കോദിമോസ് പറഞ്ഞു, ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനല്ലാതെ ആർക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണ്. അതുകൊണ്ടാണ് നിന്റെ കയ്യാൽ ഇത്രയും വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത്. അതിൻ്റെ അർത്ഥം സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് എന്ന് നിക്കോദിമോസ് യേശുവിനെ കുറിച്ച് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ തുടങ്ങുന്നത് അങ്ങനെയാണ്. രാത്രിയിൽ നിക്കോദിമോസ് യേശുവിൻ്റെ അടുക്കൽ വന്നു.
നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണ്. അല്ലെങ്കിൽ നിനക്ക് ഇതുപോലെ അത്ഭുതം ചെയ്യാൻ സാധ്യമല്ല. മോശ അത്ഭുതം ചെയ്തിട്ടുണ്ട്, യോശുവ അത്ഭുതം ചെയ്തിട്ടുണ്ട്. എന്നാൽ അവർ ചെയ്ത അത്ഭുതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് നിന്റെ അത്ഭുതം. അവർ ചെയ്ത അത്ഭുതങ്ങളെല്ലാം ഒരു പ്രകൃതിയുടെ മേലുള്ള അത്ഭുതങ്ങൾ ഒക്കെ ആയിരുന്നെങ്കിൽ, നീ ചെയ്യുന്ന അത്ഭുതം ഓരോ വ്യക്തികൾക്കും വ്യക്തിപരമായ വിടുതലുകളും സൗഖ്യങ്ങളും അതിനകത്ത് പ്രധാനമാണ്. നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനായതുകൊണ്ട് നീ ചെയ്യുന്ന അത്ഭുതങ്ങൾ മനസ്സലിവിൽ നിന്നാണ്, കരുണയിൽ നിന്നാണ്. യേശു ആ കുഷ്ഠരോഗിയെ കണ്ട് മനസ്സലിഞ്ഞു. മർക്കോസിന്റെ സുവിശേഷത്തിൽ അവിടെ രേഖപ്പെടുത്തിയ ആരംഭ ഭാഗത്ത് ഒരു സൗഖ്യം, ഒരു കുഷ്ഠരോഗി വന്നവനെ മുട്ടുകുത്തി നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. നിനക്ക് മനസ്സുണ്ടായാൽ മതി, നിനക്കത് കഴിയും. എന്നാൽ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. ഈ സമൂഹം എന്നെ അംഗീകരിക്കുന്നില്ല. ഞാൻ പാളയത്തിന് പുറത്താണ്, എൻ്റെ വീട്ടിന് പുറത്താണ്, എൻ്റെ സമൂഹത്തിന് പുറത്താണ്, എൻ്റെ ബന്ധങ്ങൾക്ക് പുറത്താണ്. എൻ്റെ ജീവിതത്തിൽ എല്ലാ സന്തോഷവും നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. എൻ്റെ ജീവിതം എനിക്ക് അർത്ഥമില്ലാതെയായി, കാരണം ഞാൻ കുഷ്ഠരോഗിയാണ്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. അതിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരിച്ചു കിട്ടാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ മതി. കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാം. യേശു അവനെ തൊട്ടു എന്നാണ്. കുഷ്ഠരോഗി ആരെങ്കിലും തൊട്ടാൽ തൊട്ടവനും അശുദ്ധനാണ്, പാളയത്തിന് പുറത്ത് കിടക്കണം. എന്നാൽ യേശു അവനെ തൊട്ടു, അവൻ പൂർണ്ണമായി സൗഖ്യമായി. പുരോഹിതനെ കാണിച്ചപ്പോൾ പുരോഹിതൻ അതിശയിച്ചു പോയി. അവൻ പൂർണ്ണമായി സൗഖ്യമായിരിക്കുന്നു. അവൻ്റെ കുടുംബം അവന് നഷ്ടപ്പെട്ടതാണ്. അവൻ അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഉല്ലാസത്തിൻ്റെ ജയത്തിൻ്റെ ഘോഷം ആ വീട്ടിലുണ്ടായി. അവൻ്റെ ഭാര്യയ്ക്ക് അവളുടെ ഭർത്താവിനെ തിരിച്ചു കിട്ടി. അവൻ്റെ മക്കൾക്ക് അവരുടെ അപ്പനെ തിരിച്ചു കിട്ടി. ആ സമൂഹത്തിൽ അവന് നഷ്ടപ്പെട്ട വിലയും മാന്യതയും തിരിച്ചു കിട്ടി. ദേവാലയത്തിൽ അവനുണ്ടായിരുന്ന അംഗീകാരം തിരിച്ചു കിട്ടി. ഒരു സൗഖ്യത്തിലൂടെ യേശു ചെയ്തത് വലിയ വലിയ കാര്യങ്ങളാണ്. നിക്കോദിമോസിന് പറയാനുള്ളത്, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നതുകൊണ്ട് നീ ചെയ്യുന്ന ഓരോ അത്ഭുതത്തിലൂടെയും ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. നീ വാസ്തവമായി ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണ്. ഇതാ യേശു കടലിൻ്റെ മീതെ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവരവനെ പടകിൽ കയറ്റാൻ ആഗ്രഹിച്ചു. അതിൻ്റെ അർത്ഥം അവർ പടകിൽ കയറ്റി ഉടനെ ആ വള്ളം അക്കരെ എത്തിപ്പോയി. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവർ പോകുന്ന ദേശത്ത് എത്തിപ്പോയി. ഉടനെ ഒരു കുതിപ്പുണ്ടായി. ഇഴഞ്ഞ് ഇഴഞ്ഞ് പോയിരുന്ന, തുഴഞ്ഞാലും നീങ്ങാത്ത ആ വള്ളം യേശു കാലെടുത്ത് വെച്ചതോടുകൂടി അത് വളരെ വേഗത്തിൽ അക്കരയെത്തി. ഇതുപോലെയുള്ള വലിയ ദൈവപ്രവർത്തികൾ ഇന്നും കർത്താവ് ചെയ്യുന്നു. നാളുകളായി നടുക്കടലിൽ കിടന്ന് തുഴയുന്ന ചിലരുടെ ജീവിത പടകിലേക്ക് യേശു ഒന്ന് കാലെടുത്ത് വെച്ചാൽ മതി, ഉടനെ അവർ പോകേണ്ട സ്ഥലത്ത് അവരെത്തും. പലരും പോകേണ്ട സ്ഥലത്ത് നാളുകളായിട്ട് എത്തിയിട്ടില്ല. എന്നാൽ ഇവിടെ വായിക്കുന്നു, ഉടനെ പടക് അവർ പോകുന്ന ദേശത്ത് എത്തി. നിങ്ങളെക്കുറിച്ച് ഏതൊക്കെയോ സ്ഥലങ്ങൾ പലരെക്കുറിച്ച് ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടെ എത്തുവാൻ കഴിയാതെ പലരും സ്റ്റക്കായി കിടക്കുകയാണ്. എന്നാൽ യേശുവിൻ്റെ ഒരൊറ്റ പാദസ്പർശനം മതി, നിന്റെ ആ ജീവിത പടക് അതൊരു വലിയ കുതിപ്പിലേക്ക് കുതിക്കുന്നൊരു കാഴ്ച നീ കാണാൻ പോവുകയാണ്. യേശു കാലെടുത്ത് വെച്ചാൽ മതി, നിന്റെ ജീവിതത്തിൽ യേശുവിൻ്റെ സ്വാധീനം,
യേശുവിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ ഒരു സ്പർശനം, അത് നിങ്ങളുടെ വേഗതയെ കൂട്ടും, നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം തരും. ഉടനെ ആ പടക് അവർ പോകുന്ന ദേശത്ത് എത്തിപ്പോയി. ഒരിക്കലും എത്തിക്കത്തില്ല, ഒരിക്കലും മുന്നോട്ട് വിടില്ല എന്ന് പറയുന്ന ഏത് പ്രതിസന്ധികളെ അതിജീവിക്കുന്നതാണ് യേശുവിൻ്റെ സാന്നിധ്യം. യേശുവിൻ്റെ സാന്നിധ്യമുണ്ടോ, നിന്റെ കാര്യങ്ങളെല്ലാം വേഗത്തിലാകും. കർത്താവിൽ ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കേട്ട വചനം പോലെ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, രാജാതി രാജാവിൻ്റെ സാന്നിധ്യം പല കുടുംബങ്ങളെയും വളരെ വേഗത്തിൽ അവർ എത്തേണ്ട ചില നന്മകളിൽ എത്തിക്കട്ടെ. ചില കരകൾ അവർ എത്തട്ടെ. പോകേണ്ട സ്ഥലത്ത്, അവരെത്തേണ്ട സ്ഥലത്ത്, അവരുടെ ജീവിതം സെറ്റിലാകേണ്ട സ്ഥലത്ത്, അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഭംഗിയാകേണ്ട സ്ഥലത്ത് അവരെ എത്തിക്കുവാൻ യേശുവേ അങ്ങയുടെ സാന്നിധ്യം ഓരോ കുടുംബങ്ങൾക്കുണ്ടാകട്ടെ, ഞങ്ങൾക്കുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ അതുണ്ടാകട്ടെ. എവിടെയൊക്കെയോ മുന്നോട്ട് പോകാൻ കഴിയാതെ കെട്ടപ്പെട്ട് കിടക്കുന്ന, നടുക്കടലിൽ എന്ന പോലെ ഒരു തരത്തിലും മുന്നോട്ട് തുഴഞ്ഞ് ജീവിതം കരപറ്റാൻ കഴിയാതെ കിടക്കുന്ന ഓരോ വ്യക്തികളും ഇപ്പോൾ യേശുവിൻ്റെ ആ സാന്നിധ്യത്തിൽ ഒരു കുതിപ്പിലേക്ക് കുതിക്കട്ടെ, വേഗത കൂടട്ടെ. ശക്തിയോടെ പ്രവർത്തിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. വേഗത്തിൽ സൗഖ്യമാകട്ടെ, വേഗത്തിൽ സാമ്പത്തിക വഴികൾ തുറക്കട്ടെ, വേഗത്തിൽ കുഞ്ഞുങ്ങളുടെ ഭാവി അത്ഭുതമാകട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. യേശുവിൽ മാത്രം ആശ്രയിക്കാം. നമ്മുടെ വേഗത കൂടും. ഉടനെ അവർ പോകേണ്ട ദേശത്ത് അവർ എത്തിപ്പോയി. അവർ പ്രതീക്ഷിച്ചില്ല ഇത്രയും വേഗത്തിലെത്തുമെന്ന്. ഇതുപോലെയുള്ള ചില അത്ഭുതങ്ങൾ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ നടക്കട്ടെ. ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലസ് യു.